ഇന്നൊരു സൺഡേ ദിവസമായിരുന്നു കേട്ടോ. സൺഡേ ആണ് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ നല്ല സൂപ്പർ അന്തരീക്ഷമൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയൊക്കെ നിന്ന് അതിനുശേഷം പിന്നെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ അടുക്കളയ്ക്ക് കയറിയിട്ടാണ്. അടുക്കളയ്ക്ക് കയറി രാവിലെ തന്നെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഷൻ കടയിലത്തെ അരി വെച്ചിട്ട് ബിരിയാണി വയ്ക്കാണ്. അപ്പോൾ അതിന് സാലഡ് ഉണ്ടാക്കിയായിരുന്നു എൻ്റെ ഫസ്റ്റ് പണി. അപ്പോഴേക്കും അനിയനായിട്ട് അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. അവന് കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോഴേക്കും ഞാൻ സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ പച്ചമുളകില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പുറത്തിറങ്ങി വീണ്ടും പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ മുളകും പൊട്ടിച്ചു. ഈ മുളകിലെ പകുതി ഞാൻ വിളവെടുത്തതാട്ടോ. എന്നിട്ട് അതൊക്കെ ഞാൻ ഉപ്പിലിട്ട് അമ്മമ്മയോടക്കുള്ളത് അമ്മമ്മയോടയ്ക്കും അതുപോലെ ഇവിടേക്കുള്ളത് ഇവിടേക്കുമായിട്ട് മാറ്റി വയ്ക്കലും ഒക്കെ കഴിഞ്ഞതാണ്. അതിന് ശേഷമുള്ള ബാക്കി ഉണ്ടായതാണിത്. ചെറുതൊക്കെ നമ്മളവിടെ നിർത്തിയിട്ട് ബാക്കി വലുതാണ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചെറുതും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലുതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പൊട്ടിച്ചു. കുറച്ചേ പൊട്ടിച്ചുള്ളൂ കേട്ടോ. നമുക്ക് ഈ സാലഡിലേക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ പൊട്ടിച്ചുള്ളൂ. ബാക്കിയൊക്കെ അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഞാനിത് ഒരു കൈ കൊണ്ട് പൊട്ടിക്കലും ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കലും ആയതുകൊണ്ട് എൻ്റെ ചേട്ടയുടെ കൊമ്പും കാര്യങ്ങളൊക്കെ കുറേശ്ശെ ഒടിഞ്ഞിട്ടുണ്ട്. അത് അച്ഛൻ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ചീത്ത കേൾക്കൂട്ടാ. അത് പിന്നെ അച്ഛൻ അധികം ശ്രദ്ധിക്കാറില്ല, കാരണം അതെൻ്റെയാണ്. അതുകൊണ്ട് അങ്ങനെ ഞാൻ പിന്നെ ഏതായാലും പുറത്തിറങ്ങിയതല്ലേ, പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്ത് മീനാമ്പഴം ഉണ്ടായിട്ട് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് അതിനെ കുറച്ച് നേരം നോക്കി നിന്ന് അതിൻ്റെ മുകളിൽ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം 2 എണ്ണം കണ്ട കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു 3-4 എണ്ണം നമ്മളെ കണ്ണ് കെട്ടിച്ചിട്ട് അത് വവ്വാൽ കൊത്തിക്കൊണ്ടായിട്ടുണ്ട്. ഇവിടെ പുറത്ത് ഞാൻ ഉമ്മറത്തിരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ആ ടൈമിൽ പുറത്തുനിന്ന് നല്ല വണ്ടിയുടെ സൗണ്ടുകളുണ്ട് കേട്ടോ. അത് കുറച്ച് ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്കും അറിയാം. അങ്ങനെ നമ്മൾ വീണ്ടും തൈര് ഉണ്ടാക്കാൻ തുടങ്ങി. അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ടു. അങ്ങനെ മിൽമയുടെ ആയിരുന്നു കേട്ടോ. ഞാൻ തൈര് ഇപ്പോഴും യൂസ് ചെയ്യാറുള്ളത് മിൽമയുടെയാണ്. അതാകുമ്പോൾ കുറച്ച് കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമുക്ക് കട്ട തൈരായിട്ട് തന്നെ കിട്ടാറുണ്ട്. ചിലത് നല്ല ലൂസായിട്ടാണ് കിട്ടാറ്, ചില ബ്രാൻഡും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത് ഇത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാനിത് ആ തൈരൊക്കെ ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞ് ജിത്തുമൊക്കെ വന്നു. അതിന് ശേഷം നമ്മൾ എൻ്റെ മെയിൻ പരിപാടിയായിട്ട് ചിത്രം വരയ്ക്കലിൽ കയറി. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ബണ്ണും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പകുതിക്ക് വെച്ച് നിർത്തി വെച്ചതാട്ടോ. അത് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ്. കഴിഞ്ഞ ഉച്ചയ്ക്ക് ഞാൻ റേഷൻ അരി കൊണ്ട് ബിരിയാണി വെച്ചു. ചിക്കൻ മേടിച്ചിരുന്നുണ്ടായിരുന്നു അച്ഛൻ ജിത്തുവിനായിട്ട് ഹോസ്പിറ്റലിൽ പോയി വരുന്നതിൻ്റെ ഇടയിൽ. അതൊക്കെ ഞാൻ തന്നെ ചിക്കൻ കറി വെച്ചു. ചിക്കൻ കറിയുടെ റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ ഇതിന് മുന്നിട്ടുള്ളത് വെല്ലിച്ചൻ്റെ ചിക്കൻ കറി, വെല്ലിയമ്മയുടെ ചിക്കൻ കറിയൊക്കെ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ വെച്ചതാണ് കേട്ടോ. പിന്നെ വൈകിട്ടായപ്പോൾ നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. വെല്ലിച്ചനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെല്ലിച്ചനും ഞാനും അച്ഛനും കൂടിയിട്ടൊരു ചായയൊക്കെ കുടിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മ പറയണത് ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റും അതുപോലെ നമ്മളെ ECGയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് എൻ്റെ. കാരണം ഞാൻ ഇനി എൻജിനീയറിങ്ങിനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കോളേജിൽ കയറുന്നതിന് മുന്നേ ഒരു ഫിസിക്കൽ ടെസ്റ്റിന് നമുക്കൊരു എന്തോ ഒരു പേപ്പർ അത് നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കണം, നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ബ്ലഡ് എടുക്കുന്നത് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ പിന്നോട്ട് വലിഞ്ഞിട്ട് അമ്മ അവിടെ ഉണ്ടാവില്ല, ബ്ലഡ് ടെസ്റ്റിന് അവിടെ ഉണ്ടാവില്ല, ഇന്ന് ഞായറാഴ്ച അല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു ലാബിന് ഞായറാഴ്ച എന്നൊന്നുമില്ല, അതുകൊണ്ട് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി നോക്കി. അമ്മ വർക്ക് ചെയ്യുന്നത് നാരായണ ഡോക്ടർ ഹോസ്പിറ്റലിൽ തന്നെയാണ്, ശുഗപുരം. അപ്പോൾ അവിടെ തന്നെയാണ് ഞങ്ങൾ പോയി നോക്കിയത്. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അമ്മയ്ക്ക് ലീവായിരുന്നു. അങ്ങനെ അവിടെ കയറി ബ്ലഡ് ടെസ്റ്റിന് ഇരുന്ന് നോക്കുമ്പോൾ കെട്ടുമ്പോൾ നല്ല ടൈറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ സിസ്റ്ററോട് പറയുമായിരുന്നു നല്ല ടൈറ്റ് ഉണ്ട്, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ അത് ഡ്രസ്സിൻ്റെ മുകളിൽ കൂടെ കെട്ടി തന്നപ്പോൾ നല്ല സിസ്റ്ററായിരുന്നു കേട്ടോ. അത് ഡ്രസ്സിൻ്റെ മുകളിൽ കൂടെ കെട്ടി തന്നപ്പോൾ അതെനിക്ക് വലിയ ടൈറ്റായിട്ട് തോന്നിയിട്ടുമില്ല. അത് മാത്രമല്ല എൻ്റെ കയ്യിൻ്റെ മുകളിൽ കുറച്ച് ഹെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ ടൈറ്റ് ചെയ്ത് കെട്ടുമ്പോൾ അതിൻ്റെ കൂടെ കെട്ടുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു.
അങ്ങനെ സിസ്റ്റർ നന്നായിട്ട് വേദന ആവാത്ത രീതിക്ക് തന്നെ എനിക്ക് ബ്ലഡ് എൻ്റെ ഒരു കംഫേർട്ടിന് എനിക്ക് ബ്ലഡ് എടുത്ത് തരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല സിസ്റ്ററായിരുന്നു. കുറേ നേരം ആശ്വസിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പേടിയുണ്ടെന്ന് മൂപ്പരാൾക്ക് മനസ്സിലായി. അങ്ങനെ കുറേശ്ശെയായിട്ട് പതുക്കെ എന്നോട് പറഞ്ഞു, അങ്ങനെ ബ്ലഡ് എടുക്കാൻ പോവാണ്, ഇഞ്ചക്ഷൻ വെക്കാൻ പോവാണ്, സൂചി വെക്കാൻ പോവാണ്, അങ്ങനെയൊക്കെ ആയിട്ട് പറഞ്ഞ് അങ്ങനെ നമ്മൾ ബ്ലഡ് എടുത്തു. ഒരുപാട് ബ്ലഡ് ഇട്ടിട്ടാ. ഞാൻ ഈ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ ബ്ലഡിലേക്ക് നോക്കുന്നത്. കാരണം എനിക്ക് ബ്ലഡ് കണ്ട തല കറങ്ങണ സുഖമൊന്നുമില്ല കേട്ടോ, അതൊന്നുമില്ല. പക്ഷേ എന്നാലും പേടിയാണ്, ഞാനെങ്ങാനും കൈ വലിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈവനിങ് ആയപ്പോൾ കുറച്ച് നേരം പുറത്തൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ നമ്മൾ റിപ്പോർട്ടൊക്കെ മേടിച്ചു. അതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ കിടക്കാൻ നോക്കിയപ്പോഴേക്കും ജിത്തുവിന് പനി നല്ല കൂടുതലായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല ലേറ്റായിട്ടാണ് കിടന്നത്. അങ്ങനെ സൺഡേ ഇങ്ങനെ അങ്ങ് അവസാനിച്ചു.